ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ പേരിൽ തട്ടിപ്പ് നടത്തിയ കേസിൽ വൻ ക്രിമിനൽ സംഘം അറസ്റ്റിലായി. തട്ടിപ്പിലൂടെ സമ്പാദിച്ച കോടികൾ ഉപയോഗിച്ച് ആഡംബര ജീവിതം നയിച്ചിരുന്ന പ്രതികളെ പോലീസ് ചോദ്യം ചെയ്യുമ്പോഴും യാതൊരു കൂസലും ഉണ്ടായിരുന്നില്ല. പ്രതിദിനം 50,000 രൂപ ടാർഗറ്റ് വെച്ചാണ് പ്രതികൾ തട്ടിപ്പ് നടത്തിയിരുന്നത്. 35 അക്കൗണ്ടുകളിലൂടെ പ്രതികൾ നടത്തിയിരുന്ന തട്ടിപ്പ് പോലീസ് കണ്ടുപിടിച്ചു. തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് പ്രതികൾ വാങ്ങിയ വാഹനങ്ങളും ഉടൻ പിടിച്ചെടുക്കുമെന്ന് കൊച്ചി സൈബർ പോലീസ് നമ്മളെ അറിയിച്ചിട്ടുണ്ട്. ഓൺലൈൻ തട്ടിപ്പ് രംഗത്ത് സ്വന്തം സാമ്രാജ്യമുണ്ടാക്കി നാട്ടുകാരെ നിരന്തരം പറ്റിച്ചു വരുന്നതിനിടയിലാണ് തിരുവനന്തപുരം സ്വദേശികളായ അമൽ, വിമൽ, അച്ചു എന്നിവരെ സൈബർ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 6 മാസം കൊണ്ട് തട്ടിപ്പിലൂടെ മാത്രം 1 കോടി രൂപയിലേറെയാണ് 3 പേരും ചേർന്ന് സമ്പാദിച്ചത്. 35 അക്കൗണ്ടുകൾ വഴിയായിരുന്നു തട്ടിപ്പ്. ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ കാർ വിൽക്കാനുണ്ടെന്ന് കാട്ടി ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ പരസ്യം നൽകിയായിരുന്നു അവസാനം ഇവർ തട്ടിപ്പ് നടത്തിയത്. കാർ ഇഷ്ടപ്പെട്ട് വരുന്നവരോട് അഡ്വാൻസായി 2000 മുതൽ 5000 രൂപ വരെ വാങ്ങും. അഭിഭാഷകർ ഉൾപ്പെടെ ഇങ്ങനെ തട്ടിപ്പിനിരയായതോടെയാണ് വിവരം പുറത്തറിയുന്നത്. തട്ടിപ്പിന് വിശ്വാസ്യത നൽകാൻ DGPയുടെ ഫോട്ടോയും പ്രതികൾ ഉപയോഗിച്ചിരുന്നു. ഓരോ ദിവസവും 50,000 രൂപയാണ് പ്രതികൾ തട്ടിപ്പിലൂടെ ടാർഗറ്റ് വെച്ച് സമ്പാദിച്ചിരുന്നത്. അത് കഴിഞ്ഞാൽ ആ പണം ചിലവഴിക്കും. തട്ടിപ്പ് പണം ഉപയോഗിച്ച് പ്രതികൾ ആഡംബര ബൈക്കുകളും വിലകൂടിയ കാറുകളും ഉൾപ്പെടെ വാങ്ങിയിരുന്നു. ഈ വാഹനങ്ങളും അടുത്ത ദിവസം പിടിച്ചെടുക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഒരിക്കലും പിടിക്കപ്പെട്ടില്ല എന്ന വിശ്വാസത്തിലാണ് പ്രതികൾ വ്യാജരേഖകൾ ഉൾപ്പെടെ നൽകി 35ഓളം അക്കൗണ്ടുകൾ ഒരേ സമയം ഉപയോഗിച്ചിരുന്നത്. പ്രതികളിൽ ഒരാളായ അമലിന് 1 മാസം മുൻപാണ് മറ്റൊരു കേസിൽ ജാമ്യം ലഭിച്ചത്. ജാമ്യത്തിന് വേണ്ടി ചിലവാക്കിയതും തട്ടിപ്പിലൂടെ സമ്പാദിച്ച പണമെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യാനാണ് കൊച്ചി സൈബർ പോലീസിന്റെ നീക്കം. OTP തട്ടിപ്പുകളെ കുറിച്ച് നമ്മുടെ ജനങ്ങൾ കൂടുതൽ ബോധവാന്മാരായതോടെയാണ് സൈബർ മേഖലയിൽ പുതിയ തട്ടിപ്പ് രീതികളുമായി തട്ടിപ്പുകാർ കേരളത്തിന്റെ മുക്കിനും മൂലയിലും എത്തുന്നത്. ഓഫ്ലൈനിലും ഓൺലൈനിലുമായി നടക്കുന്ന തട്ടിപ്പുകൾക്കെതിരെ വലിയ ജാഗ്രത പുലർത്തിയില്ല എങ്കിൽ അധ്വാനിച്ചുണ്ടാക്കുന്ന ഓരോ രൂപയും തട്ടിപ്പുകാരൻ നിഷ്പ്രയാസം കൊണ്ടുപോകുമെന്നുള്ള കാര്യം ഉറപ്പാണ്. S. ശ്യാംകുമാർ, 24, കൊച്ചി.